ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ന്യായീകരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. തീരുമാനം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇസ്രയേൽ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് ഖത്തർ പറയുന്നു. മാത്രമല്ല, തെമ്മാടിത്തരമെന്ന വാക്കാണ് ഖത്തർ ഉപയോഗിച്ചത്. ആക്രമണത്തിന് മുമ്പ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. പക്ഷേ ആ വാദം ഖത്തർ തള്ളിക്കളഞ്ഞു. ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ ശ്രീജിത്ത്, വിശദാംശങ്ങൾ. SKN കൂടുതൽ വിവരങ്ങളാണ് ഈ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്നത്. 10ലേറെ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ, അതായത് 5 പേരാണ് കൊല്ലപ്പെട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ടുള്ള 5 പേരിൽ 2 പേർ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായി ഹമാസിന്റെ ഏറ്റവും നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. അമേരിക്കയുമായി മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്ന ആളുകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയെന്ന കാര്യം ഇന്നലെ തന്നെ ഹമാസ് സ്ഥിരീകരിച്ചിരുന്നു. അതിൽ 2 പേർ ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിന്റെ നേതാക്കളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന 2 പേരാണ് കൊല്ലപ്പെട്ടവർ. മറ്റു 3 പേർ അവരുടെ അനുയായികളാണ്. അങ്ങനെ 5 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് ഒരു ഖത്തറിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെ 10ലേറെ വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തെ ഖത്തർ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ ഖത്തർ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇനിയും ഈ ഖത്തറിന്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റേറ്റ്മെന്റ്, ഇനിയും സമാധാന ശ്രമങ്ങൾ തുടരാൻ ഖത്തർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ആക്രമണത്തെ ഖത്തർ ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അല്ലെങ്കിൽ ഈ ആക്രമണം സഹിക്കാൻ കഴിയാത്തതാണ്, നീതീകരിക്കാൻ കഴിയാത്തതാണ്, ഭീരുത്വം എന്ന നിലപാടിൽ ഖത്തർ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അതോടൊപ്പം അത് പറയുമ്പോഴും ലോകത്ത് നടക്കുന്ന എല്ലാ ആക്രമണങ്ങൾക്കും എതിരായ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതായും ഖത്തർ പറയുന്നു. അതായത് ഇനിയും ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരായ അല്ലെങ്കിൽ അവിടെ സമാധാന ശ്രമങ്ങൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കാൻ തയ്യാറാണെന്നും ശ്രമം നടത്താൻ തയ്യാറാണെന്നും ഖത്തർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെ 2 രൂപത്തിലാണ് ഖത്തർ ഇതിനെ കാണുന്നത്. തങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്തത്, അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അല്ലെങ്കിൽ അതിനെല്ലാം എതിരായി അതിനെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ അങ്ങനെ ആക്രമണം നടത്തുമ്പോൾ പോലും ഞങ്ങൾ സമാധാന ശ്രമത്തിന് തയ്യാറാണ് എന്നൊരു വാദം കൂടി അല്ലെങ്കിൽ എന്നൊരു വാക്ക് കൂടിയാണ് ഖത്തർ പറഞ്ഞു വെക്കുന്നത്. നേരെ മറുവശത്ത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ശരിക്കും പ്രതിരോധത്തിലായി കഴിഞ്ഞു. കാരണം അമേരിക്കയുടെ പിന്തുണ കൂടിയാണ് ഇസ്രായേൽ എല്ലാ കാലത്തും ആക്രമണം നടത്താറുള്ളത്. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകാറുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു നിഷ്പക്ഷ നിലപാടെടുത്ത് മാറി നിൽക്കുകയാണ് നിർവാഹം. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇന്ന് രാവിലെ തന്നെ പറഞ്ഞത്, എൻ്റെ അറിവോടുകൂടിയോ അല്ലെങ്കിൽ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. ഞങ്ങൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്ന കാര്യം ഞങ്ങൾ മുൻകൂട്ടി ഖത്തറിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അയാളുടെ മാത്രം ഉത്തരവാദിത്തത്തോടെ നടന്ന ആക്രമണമാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ആ വാദത്തെയും ഖത്തർ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ പോകുന്ന കാര്യം. എന്തായാലും ഖത്തറിനെ സംബന്ധിച്ച് ഖത്തറിന്റെ ജനവാസ കേന്ദ്രത്തിൽ, ദോഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തെ ഖത്തർ ന്യായീകരിക്കുന്നില്ല, എതിർക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.